2 മണി ഉച്ചയ്ക്ക് 2 മണി തൊട്ട് നിൽക്കും ഇവിടെ. 2 മണിക്ക് അതിൻ്റെ 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ നിൽക്കും. അടുപ്പൊക്കെ എവിടെയാ ഒരുക്കിയിരിക്കുന്നത്? അടുപ്പൊക്കെ എവിടെയാ? അടുപ്പൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ, അമ്പലത്തിൻ്റെ ബാക്കിൽ. ക്ഷേത്രത്തിന് അടുത്തിടണമെന്നുള്ളതുകൊണ്ടാണോ ഇന്ന് വന്നേ? ഞങ്ങൾ വരുമ്പോൾ എല്ലാം അവിടെ തന്നെ ഇടുന്നത്. എവിടുന്നാ വരുന്നേ? ഞങ്ങൾ ശാസ്താംകോട്ട. ചേച്ചി എവിടുന്നാ വരുന്നേ? കൊട്ടാരക്കരയിൽ. കൊല്ലം. കൊല്ലത്തുനിന്ന്. എവിടെയാ അടുപ്പൊക്കെ? എവിടെയാ? അടുപ്പ് ഇവിടെ അമ്പലത്തിനടുത്ത് തന്നെ. ദേവിനെ കാണാൻ വന്നതാണോ ഇപ്പം? ദേവിയെ കാണാൻ വന്നേ. എവിടെയാ താമസമൊക്കെ? എവിടെയാ താമസം? പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിലാ. എവിടെയാ ചേച്ചി എവിടെയാ താമസിക്കുന്നേ? കരക്കര. ശരി. ജിന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറുവാൻ വേണ്ടി ഈ ആളുകളൊക്കെ തന്നെയും, ഈ ക്യൂവിൽ നിന്ന ആളുകളൊക്കെ തന്നെയും ഈ അപ്പുറത്ത് മറ്റൊരു ക്യൂ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകുകയാണ്. കാരണം നിരവധി സ്ത്രീകൾ, ജിന, നമ്മൾ ഈ റോഡ് അവിടുന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരുന്ന റോഡ് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറം തൊട്ട് തന്നെ വലിയ തരത്തിലുള്ള ക്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇത്രയും നേരം ക്യൂ നിന്ന ആളുകൾ പെട്ടെന്ന് ഈ ക്യൂ ഒന്ന് തുറന്നു വിട്ടപ്പോഴുള്ള ആ ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിലേക്ക് പോയി ആ ദേവിയെ ഒരു നോക്ക് കാണാനുള്ള ഒരു തിരക്ക് തന്നെയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ തിരക്കാണ് ജീന. കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. അപ്പം അവർക്ക് ഈ ദേവിയെ ഒരു നോക്ക് കണ്ടതിന് ശേഷം വേണം തിരിച്ച് അവരവരുടെ അടുത്തുകളുള്ള സ്ഥലത്തേക്ക് പോകാൻ. ഏതാണ്ട് ഒരു 10-13 കിലോമീറ്റർ ചുറ്റളവിൽ പല ഇടങ്ങളിലായിട്ടാണ് ജീന ഈ പൊങ്കാലിടുന്നത്. ജീന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അതുപോലെ ജീന നേരത്തെ ചോദിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ആ ചേച്ചി ഇപ്പോഴും പറഞ്ഞത്. ജീന നേരത്തെ ചോദിച്ചില്ലായിരുന്നു എവിടെയാണ് ആളുകളൊക്കെ തന്നെ താമസിക്കുന്നത്. അതുതന്നെയാണ് ജിന ഉത്തരം. ഈ പല ആളുകളും അവർക്കറിയില്ലാത്ത ആരുടെയൊക്കെയോ വീടുകളിൽ വന്ന് താമസിച്ച് പോയാണ് ഈ പൊങ്കാലിടുന്നത്. അങ്ങനെ എല്ലാ ആളുകൾക്കും വേണ്ടി എല്ലാ ആളുകളും അവരുടെ ഇവിടെ വീടുകളുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ ഒന്നും ആകില്ല. പക്ഷെ എന്നാലും എല്ലാവരെയും വരവേൽക്കാൻ വേണ്ടി ഈ അവരുടെ വീടുകളൊക്കെ തന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്. അതാണ് ഈ തലസ്ഥാനത്തിൻ്റെ പൊങ്കാല ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പം പൊങ്കാലയ്ക്കായിട്ട് നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ഷേത്ര പരിസരത്തെ ഒരു തിരക്കാണ് നമ്മൾ കാണുന്നത്. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഏതൊരു റോഡ് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ തന്നെയും അടുപ്പുകൾ കൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ നഗരത്തിൻ്റെ ഒരു 10-13 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ സഞ്ചരിച്ചാലും അവിടെയൊക്കെ തന്നെ നമുക്ക് അടുപ്പുകൾ കാണാം. അവിടെ നാളെ പൊങ്കാലയിടാൻ വേണ്ടി വന്നിരിക്കുന്ന അമ്മമാരെ കാണാം. ഇത് കേരളത്തിൽ നിന്ന് മാത്രം വരുന്ന ഒരു ആളുകളല്ല കേട്ടോ ഉള്ളത്. പല നാടുകളിൽ നിന്ന് വരുന്ന, ഇപ്പോൾ കേരളമായാലും തമിഴ്നാടായാലും കർണാടകയിൽ നിന്നൊക്കെ ആയാലും ഒക്കെ സ്ഥിരമായി വരുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ പൊങ്കാല സ്ഥിരമായി വന്ന് ഇട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയും എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട്, വന്ന് നിന്ന് പൊങ്കാല ഇട്ട് പോകാറുണ്ട്. ഇന്നിപ്പോൾ തിരക്കാണ്. നാളെ ഇതിനേക്കാട്ടിലും ആളുകൾ ഓരോ മണിക്കൂർ കഴിയും തോറും ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പല ദൂരത്തൊക്കെയാണ് പൊങ്കാല ഇടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ കുറച്ച് ആളുകളായിരിക്കും പൊങ്കാല ഇടുന്നത്. ഒരു 10-10,000 പേർക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ പൊങ്കാല ഇടാൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-13 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ തന്നെയും ഇങ്ങനെ പൊങ്കാല ഇടുകയും അവിടെയൊക്കെ തന്നെയും അടുപ്പ് കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്നും ഇന്നലെയും ഒക്കെ ആയി വന്ന ആളുകൾ ഓരോ ദിവസവും വന്ന് ഇപ്പോൾ നാളെ പൊങ്കാലയ്ക്ക് മുമ്പ് വന്നൊന്ന് ദേവിയെ കണ്ടുപോകാനുള്ള ഒരു തിരക്കിലാണ്. അത്രയും അധികം സ്ത്രീകളാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നാളെ 10:15-നാണ് ഈ പൊങ്കാല ഇടുവാൻ വേണ്ടി തുടങ്ങുന്നത്. 1:15 ഈ നിവേദ്യം നടക്കും. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നുമുണ്ട്. ഒരമ്മ താഴെ വീഴുന്ന മണിക്കൂറുകളോളം നീണ്ട ക്യൂവിലാണ് ഭക്തജനങ്ങൾ അവിടെയുള്ളത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സാന്ത്വന പറഞ്ഞതുപോലെയാണെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഭക്തരെത്തുന്നു, അടുപ്പ് കൂട്ടാനുള്ള സൗകര്യങ്ങൾ നോക്കുന്നു. പ്രധാനമായും ആറ്റുകാൽ ക്ഷേത്രവും അതിനോടുള്ള അനുബന്ധിച്ചുള്ള പരിസരത്തുമാണ് പ്രധാനമായും അടുപ്പ് കൂട്ടാനുള്ള ഒരു തിരക്ക് ഭക്തജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. സാന്ത്വന നേരത്തെ പറഞ്ഞതുപോലെ ഒരു 7-8 വർഷത്തോളം ഞാൻ ആറ്റുകാല പൊങ്കാല കണ്ടിട്ടുണ്ട്, പൊങ്കാല നിവേദ്യം കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൗതുകകരമായി തോന്നുന്നത് ഈ റോഡ് സൈഡിലൊക്കെ ഒരുക്കിയിരിക്കുന്ന ഈ അടുപ്പാണ്. പേരെഴുതി 3 കല്ല് വെച്ച് അങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി ആ ഒരു അനുഭവം കിട്ടാറുണ്ട്. എത്രത്തോളം ആൾക്കാർ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ പരിസരത്ത് ഈ അടുപ്പ് കൂട്ടാനുള്ള ഒരു തിരക്ക് എത്രത്തോളം ഉണ്ട്, ഈ റോഡ് സൈഡിലൊക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ ഭക്തർ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ, എന്താണ് അവിടുത്തെ ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ച? ജിന, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാകും. ഇവിടെ ഈ തന്നെ
ജിന ചോദിച്ചതുപോലെ തന്നെ ഈ തൊട്ടടുത്തൊക്കെ അടുപ്പുകളൊക്കെ കുറേ ദിവസം മുമ്പ് തന്നെ സജ്ജമായി കഴിഞ്ഞാണ്. അത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. ഈ പൊങ്കാല തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ജിന പറഞ്ഞതുപോലെ ആളുകൾ വരികയും 3 കല്ലെടുത്ത് വെച്ച് അവരവരുടെ പേരെഴുതി പോകുന്ന കാഴ്ച നമ്മൾ തിരുവനന്തപുരത്തുള്ള ആളുകളാണെങ്കിൽ അത് നമ്മൾ പൊങ്കാലയാകുന്നതിന് 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 മാസം മുമ്പൊക്കെ നമ്മൾ കാണുന്നതാണ് അങ്ങനെ പേരെഴുതി വെച്ച് പോകുന്നത്. ഇപ്പം ക്ഷേത്ര പരിസരത്തെല്ലാം തന്നെ അടുപ്പുകൾ ഇതിനോടകം തന്നെ നിറഞ്ഞിട്ടുണ്ട്. പലയിടത്തു നിന്ന് വന്ന ആളുകൾ, ചില ആളുകൾക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പൊങ്കാല ഇടണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഈ 2-3 ദിവസം. ഇവിടെയുള്ള ആളുകളൊക്കെ നേരത്തെ വന്ന ഇതുപോലെ കല്ലൊക്കെ എടുത്ത് വെച്ച് പേരെഴുതി വെച്ച് പോകുന്നവരുണ്ട്. പിന്നെ ചില ആളുകൾ ഇവിടെ തന്നെ വീടുള്ളത് കൊണ്ട് ആ വീടിൻ്റെ മുന്നിലൊക്കെ ഇടും. ഇനി ചില ദൂരത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ കടയുടെ ഈ വന്ന് എവിടെയാണോ നമുക്ക് സൗകര്യം കിട്ടുന്നത് നഗരത്തിലുള്ള കടയുടെ മുൻപിലൊക്കെ തന്നെയായിരിക്കും അവരിടുന്നത്. എല്ലായിടത്തും ഈ ചുടുകല്ലുകളും കലങ്ങളും അവർക്ക് പൊങ്കാല ഇടാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭ ആണെങ്കിലും ഒക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഈ വഴിയരികിലിരിക്കുന്ന കടയുടെ ഓരത്തൊക്കെ തന്നെയും പൊങ്കാല അർപ്പിക്കുന്ന ആളുകളുണ്ട് നഗരത്തിനുള്ളിൽ. അപ്പം ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പറയുകയായിരുന്നു അവിടെ ഈ പല കടകളിലും ഇപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് അവർക്ക് ഇരിക്കാൻ വേണ്ടി സൗകര്യത്തിന് ഷീറ്റൊക്കെ അടിച്ച് സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. കാരണം വലിയ ചൂടാണ് ജിന. അപ്പം ചൂടത്ത് അവർ നാളെ ഇപ്പോൾ ഇന്നിപ്പോൾ വെയിലൊരല്പം താഴ്ന്നു നിൽക്കുകയാണ്. അപ്പം നാളെ വലിയ രീതിയിലുള്ള ശരി സാന്ത്വന, ഏതായാലും ഈ കടുത്ത ചൂടും അവഗണിച്ച് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയിടുന്നത്. ഭക്തിസാന്ദ്രമാണ് തലസ്ഥാനം. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല.